മൈ സീക്രട്ട് കെയർ റൂട്ടീനാണ് എൻ്റെ ഒരു നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഇത് പെയ്ഡ് തുളസി, ചെത്തിപ്പൂ, കറ്റാർവാഴ, നെല്ലിക്ക. അങ്ങനെ ഞാനൊരു ഹാഫ് ആൻ അവറിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം ചമ്മേനെ കൊണ്ട് 2 വാക്ക് ഞാനിനി ഒന്നും നിൽക്കില്ല കളക്ക്. ഹായ്, ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ റൂട്ടീനാണ്, എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അമ്മമ്മ എനിക്ക് എണ്ണ കാച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണ എനിക്ക് തലക്ക് നല്ല പണി പഠിപ്പിക്കണം, കാരണം വീക്കെൻഡ് മാത്രമേ ഇതെല്ലാം നടക്കൂ, അല്ലാത്ത സമയം നമുക്ക് അത്ര ടൈമില്ലല്ലോ. അപ്പം ഈ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് പൊതുവേ തലക്ക് എണ്ണ തേക്കാറെല്ലാം വീക്കെൻഡാണ്. അപ്പോൾ നമുക്ക് എണ്ണ തേച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, മൈ സീക്രട്ട് ഹെയർ കെയർ റുട്ടീൻ. ഇത് ഞാൻ റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന, റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ 1-2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതിൽ ഈ ഹെയർ സീറം മാത്രമാണ് ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ, സോ റിസൾട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ ഒരു 3 ഹെയർ സെറംസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ റോസ്മേരി വാട്ടറാണ്. അത് ഞാൻ ഇത്ര എമൗണ്ട് വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്, ഈ 3 എൻ്റെ കയ്യിലുള്ള ഹെയർ സെറംസ്. ഞാൻ കാണിച്ചു തരാം. ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഹെയർ സെറമാണ്. എത്രത്തോളം ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഹെയർ സെറമാണ്. പിന്നെ ഇത് ബോഡി ഷോപ്പിൻ്റെ ഒരു ഹെയർ സെറമാണ് കേട്ടോ. പിന്നെ ഇത് ലോറിയലിൻ്റെത്. പിന്നെ എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ വലിയൊരു ബോട്ടിൽ കൂടി ഉണ്ട്. പക്ഷേ ഇതെനിക്ക് ഞാൻ പറയാം, ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് ഭയങ്കര ഇത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഹെയർ ഓൾറെഡി ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി ആയിട്ടാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും. ലേശം അപ്ലൈ ആക്കുന്നത് ഓക്കെ, ബോയ്സിനെല്ലാം നല്ലതായിരിക്കും. ബോയ്സിന് ഞാൻ പറയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു ഹെയർ സീറമാണ്. ഗേൾസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, എൻ്റെ തലേൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കിത് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നാറുണ്ട് അധികം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഒന്നിത്, പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബോഡി ഷോപ്പിൻ്റെതാണ്. പിന്നെ ഇത് ഗ്രേപ്പ് സീഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ബാക്കിയൊന്നും എനിക്കത്ര അറിയില്ല. അപ്പോൾ ഇത് കണ്ടാലറിയാം ഞാൻ എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ബോട്ടിൽ ഞാനിതൊരു പർച്ചേസ് ചെയ്തിട്ടുള്ള, കാരണം ഇത് ഞാൻ ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചത്. ഭയങ്കര പൈസയാണ്. ഇത്രക്കുള്ള ഒരു ബോട്ടിലിന് നല്ല പൈസയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം എൻ്റെ കയ്യിലിപ്പോൾ വേറൊന്നും കൂടി ഉണ്ട്, അപ്പോൾ ഇത് തീർന്നിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. അപ്പം ഇത് നല്ലതാണ്. എനിക്കത് ഇതിൻ്റെ മണമാണെങ്കിലും നല്ല ഭയങ്കര രസമാണ്. ഇത് എനിക്ക് എൻ്റെ മുടിക്ക് ഓക്കെയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് വൺ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളതിൽ. പിന്നെ ഇത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ്. ഇത് ഞാൻ ഓക്കെയാണ്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. എന്ത് പറഞ്ഞാലും ഇതിൻ്റെ സ്മെല്ല്, ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. കാരണം എങ്ങനെ ഞാൻ ഇതിൻ്റെ ഹെയർ ഷാമ്പൂ, കണ്ടീഷണറും മാസ്കും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഹെയർ സെറം കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഓക്കെയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു 2-3-4 പ്രാവശ്യം യൂസ് ചെയ്തതേ ഉള്ളൂ. പിന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കാരണം എപ്പോൾ ഞാൻ ഇതിപ്പോൾ തീരാറായിട്ടുള്ളത് കൂടി, തീരാറായെങ്കിലും ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യല്. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഇത് കാച്ചി എണ്ണയാണ്. ഇത് കാച്ചി എണ്ണയാണ് എൻ്റെ ഫസ്റ്റത്തെ ബോട്ടിലാണ്. ഇത് കഴിഞ്ഞു. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. അമ്മമ്മ കാച്ചിയിട്ട് എനിക്ക് തന്നതാണ്. ഇതിൽ അമ്മമ്മ മറ്റേ പഴയ മറ്റേ ബോട്ടിലൊക്കെ വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാകുമ്പോൾ എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയത്. ഞാൻ ചിലപ്പോൾ ഇതിലേക്ക് മാറ്റും, എന്നിട്ട് ഞാൻ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കാച്ചി എണ്ണ എങ്ങനെ ആക്കി എന്നുള്ളത് ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ ഇതിൻ്റെ സീക്രട്ട്. കയ്യെണ്ണി, പിന്നെ തുളസി, ചെത്തിപ്പൂ, കറ്റാർവാഴ, നെല്ലിക്ക, കുരുമുളക്, ചായപ്പൊടി. ഇത്ര മാത്രം. റോസ്മേരി ഇടുന്ന എല്ലാതും കൂടെ. തുളസി ഇട്ടേക്കോ, അലോവേര, കറ്റാർവാഴ,
അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ സീക്രട്ട് ഹെയർ കെയർ ഇൻഗ്രീഡിയൻസ്. അമ്മമ്മേൻ്റെ കൂട്ടാണിത്. എത്രയൊക്കെ പറഞ്ഞാലും മുടി ഊരുന്നതിന് ഒരു ക്ഷാമവും ഇല്ല. നമുക്ക് ഇതിപ്പം ഈ ഒരു ബൻ അയക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ്. ഇനിയിപ്പോൾ കുളിക്കുമ്പോൾ വേറെ കിട്ടും. അപ്പം ഓരോരോ പ്രാവശ്യം ഇങ്ങനെ ആക്കുന്ന സമയത്തും കുറേ മുടി കിട്ടും. ഈ ഹെയർ ഫോൾ നിർത്താൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ എണ്ണ തേക്കുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തേക്കലുണ്ട്. മുന്നേ ഞാൻ അത്ര പോലും തേക്കുന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ കയ്യിൽ പണ്ട് സ്കൂളിലും പഠിക്കുന്ന ആ ടൈമിൽ അമ്മേൻ്റെ കയ്യിൽ അമ്മ നോക്കിക്കൊണ്ടുണ്ടാകുന്ന സമയത്ത് നല്ല പാങ്ങിൽ മുടി എന്താ പറയുക നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിലും പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം എപ്പം ഇങ്ങനെ കുളിച്ചിട്ട് ബണ്ണാക്കി പോകണം. അപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞാൻ ലാസ്റ്റ് എൻ്റെ മുടി വെട്ടി. പിന്നെ വളരും എന്നില്ല ഒരു പ്രതീക്ഷയിലാന്ന് വെട്ടത്. ഇപ്പോൾ കുറച്ച് വളർന്നതിനെക്കാട്ടി മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കും മുടി ഊരി ഇങ്ങനെ ഇതുപോലെ തന്നെ എപ്പം കുളിച്ചിറങ്ങിയാൽ അവിടെ കാണാം കുറേ ഇങ്ങനെ മുടി. ആദ്യം സൈഡ് നടുവിലോ എന്താണെന്ന് വെച്ചാൽ ആദ്യം പാർട്ടീഷൻ എടുത്ത് ഈ ജട ഉണ്ടല്ലോ, നമ്മൾ ഈ ജട അങ്ങ് കളയും. ജട കളഞ്ഞതിന് ശേഷം എണ്ണ തേക്കും. പിന്നെ ഈ എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക വീണ്ടും മുടി ഇതുപോലെ ഊരും കേട്ടോ. എണ്ണ തേച്ചതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന വുഡൻ കോമ്പാണ്. പൊതുവേ എണ്ണ തേക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് ഇതാണ്, അല്ലാത്ത സമയത്തല്ല. ഈ സമയത്ത് ഞാനിത് ആണ് തേക്കാറ്. ഇപ്പം ചിക്ക് കളഞ്ഞിട്ട് കിട്ടിയ മുടിയാണ് ഇത്. ബാക്കി ഇനി വഴിയേ വരും. അപ്പോൾ നമുക്കിപ്പോൾ എണ്ണ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എണ്ണ ആദ്യം റൂട്ട്സിലേക്കാണ് കേട്ടോ നല്ല വൃത്തിക്ക് അത് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ അത് നമ്മളെ ലെങ്ത്തിന് ചെയ്യണം എന്നില്ല. ആദ്യം നല്ല വൃത്തിക്ക് സ്കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലെങ്ത്തിലോട്ടാക്കാം. നല്ല മണമുണ്ട് കേട്ടോ, നല്ല കാച്ചി എണ്ണയിട്ട് മണം. ആ കാച്ചുന്ന സമയത്തുണ്ടായ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ കാരണം ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് ആ മണം അങ്ങനെ തന്നെ ഉണ്ട്. കൂടുതലും സ്കാൽപ്പിലേക്കാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എണ്ണ തേക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ നമ്മൾ റൂട്ട്സിനാണ് കൊടുക്കേണ്ടത്, താഴോട്ടേക്കല്ല. അത് നമുക്ക് ഞാൻ പണ്ടൊക്കെ ചെയ്ത മിസ്റ്റേക്ക് അതാണ്. നമ്മൾ റൂട്ട്സിനാണ് കൊടുക്കേണ്ടത്, ലെങ്ത്തിനല്ല കൊടുക്കേണ്ടത്. ഇവിടെയാണല്ലോ വളരേണ്ടത്, അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഷാമ്പു കണ്ടീഷണറൊക്കെ തേക്കുന്ന സമയത്ത് റൂട്ട്സിനല്ല ചെയ്യേണ്ടത്. ഷാമ്പു ഇവിടെ ചെയ്താലും കണ്ടീഷണർ ഒരിക്കലും നമ്മൾ റൂട്ട്സിനെ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ലെങ്ത്തിനാണ് ചെയ്യേണ്ടത്. ഞാനപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു അപ്ലിക്കേറ്റർ വെച്ചിട്ട് ഞാൻ നല്ല വൃത്തിക്ക് ഒന്നുകൂടി അത് എല്ലായിടത്തും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മസാജ് ചെയ്യും. അത് എനിക്ക് ഉപകാരമായിട്ടുണ്ട്. ഇപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. പിന്നെ ഈ ഓയിൽ ഞാൻ ചെയ്തത്, അപ്പം ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം തലയിൽ ഈ എണ്ണ അങ്ങ് പിടിപ്പിക്കും. അതിന് ശേഷമാണ് ഷാമ്പു കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ ഞാൻ ഒരിക്കൽ വിചാരിച്ചു ഹെയർ മാസ്ക് ഉലുവേനെ കൊണ്ട് ചെയ്താലോ എന്ന്. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഉലുവേനെ കൊണ്ട് ചെയ്യുന്നില്ല. വേറെ ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് ഉലുവേൻ്റെ ഹെയർ മാസ്ക്. കുറേ ദിവസമായി ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇതുവരെ അത് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും അത് വീഡിയോ എടുക്കാം. അപ്പം ഇന്ന് ഞാൻ എന്തായാലും മറ്റേ ലവ് ബ്യൂട്ടീൻ്റെ തന്നെയാണ് ഹെയർ മാസ്ക് ഇടുന്നത്. പിന്നെ അപ്പോൾ ഇനി ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കാണാം. അപ്പോൾ ഈ ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ തലക്ക് ഈ എണ്ണ ഒന്ന് പിടിക്കുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ബെഡൊക്കെ റെഡിയാക്കാം. ബെഡ് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പുറത്ത് നല്ല വെയിലുള്ളതുകൊണ്ട് ആ ചൂട് റൂമിലേക്ക് അടിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കേട്ടനൊക്കെ ഒന്ന് സെറ്റാക്കിയതാണ്. അപ്പം നേരത്തെ കണ്ട പോലെ അമ്മമ്മയാണ് എനിക്ക് കാച്ചി എണ്ണ ആക്കി തന്നത്. അപ്പം ഞാനൊരു ഹാഫ് ആൻ അവറിന് ശേഷം കുളിക്കാൻ വേണ്ടി കയറി. അപ്പം ഈ ഒരു ഷാമ്പു കണ്ടീഷണർ ആൻഡ് ഹെയർ മാസ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഹെയർ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഷാമ്പു എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഹെയർ ഒന്ന് റിൻസ് ചെയ്തതിന് ശേഷം
കണ്ടീഷണർ ലെങ്ത്തിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സ്കാൽപ്പിലല്ല, ലെങ്ത്തിലേക്ക് ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യും. പിന്നെ ഒന്നുകൂടി അത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഹെയർ മാസ്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതോടുകൂടെ പിന്നെ ഹെയർ വാഷ് റൊട്ടീന് ഇവിടെ കഴിഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ടാകും. നമുക്ക് കഴുകുമ്പോൾ തന്നെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്രയാണ് ഹെയർ വാഷ് റുട്ടീൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അമ്മമ്മയാണ് കേട്ടോ എനിക്ക് കാച്ചെണ്ണ ആക്കി തന്നത്. അമ്മമ്മയാണ് പണ്ട് മുതലേ നമുക്ക് എണ്ണ ആക്കി തരുന്നത്. എനിക്ക് അറിയുന്ന കാലം മുതൽ ഞാൻ എൻ്റെ തലക്ക് തേക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ഇങ്ങനെ കാച്ചിയ എണ്ണ മാത്രമാണ്. അല്ലാത്ത ഒരു എണ്ണയും ഞാൻ എൻ്റെ തലക്ക് ഇതുവരെ തേച്ചിട്ടില്ല. അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാച്ചിയെണ്ണ ആക്കുന്നത്. ഞാനിപ്പം ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അപ്പം കൊണ്ടുപോയതും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും എല്ലാം ഞാൻ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇപ്പം ഇങ്ങോട്ടേക്ക് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത്. ആദ്യത്തെ എണ്ണ ഇപ്പം നാട്ടിലേക്ക് പോകുന്നതിന് മുന്നെയാണ് തീർന്നത്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ മറ്റേ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതെനിക്ക് പൊതുവേ എണ്ണ തേക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പം ഒറ്റക്ക് നിൽക്കാൻ തുടങ്ങിയ സമയത്താണ് കുറച്ചുകൂടെ എണ്ണയൊക്കെ തേക്കണം, അതൊക്കെ തേച്ചാലാണ് മുടിക്ക് സെറ്റാവുക എന്നെല്ലാം ഇപ്പോഴാണ് മനസ്സിലായത്. മുമ്പേ എനിക്ക് എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അമ്മ എന്നെ പിടിച്ചിരുത്തിയിട്ടാണ് എൻ്റെ തലയിൽ എണ്ണ തേച്ചുകൊണ്ടുണ്ടായത്. പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വേണം, ഇത് വാഷ് ഔട്ട് ചെയ്യാം. മുന്നേ ആണെങ്കിൽ എണ്ണ തേക്കും എന്നിട്ട് പിറ്റേ ദിവസം അങ്ങനെ തന്നെ പോകും. നമ്മൾ ഷാമ്പുവോ കണ്ടീഷണറോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ തേച്ചിട്ടല്ല നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വെക്കുന്നത്. നമ്മൾ ആ എണ്ണ തലക്ക് വേണം, എന്നാൽ മാത്രമേ മുടിക്ക് നല്ലതില്ലൂ എന്നെല്ലാം നമ്മൾക്കൊരു പൊട്ട ബുദ്ധിയായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ എണ്ണ തേച്ച് നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. ഓൾറെഡി എൻ്റെ തല ഡാൻഡ്രഫായിട്ട് ഓയിലി ആണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ അങ്ങനെ കുളിച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞാൻ കുളിച്ചതിന് ശേഷം മൈക്രോ ഫൈബർ ടവൽ വെച്ചിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടും പിന്നെ മാത്രമാണ് ഞാൻ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ ഹെയർ ഡ്രയർ പിന്നെ യൂസ് ചെയ്യലില്ല. ഞാൻ നോർമലി ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യും. അല്ലാത്ത സമയത്ത് ഞാൻ നാച്ചുറലി ആണ് എൻ്റെ മുടി ഉണങ്ങാറ്. ഞാൻ ഇത്ര മെനക്കേട് ചെയ്യലില്ല. അപ്പം പൊതുവേ ഞാൻ ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് വേറൊരു ബി ബ്ലണ്ടിൻ്റെ ഒരു സ്പ്രേ യൂസ് ചെയ്യലുണ്ട്. ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഹെയറൊക്കെ ഒന്ന് ഹാഫ് ഡ്രൈ ആയാൽ മതി. ഫുള്ളായിട്ട് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ മുടി ഇങ്ങനെ സെറ്റായിട്ട് വരുള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് പിന്നെ എന്താ പറയുക, ഒരു എടുത്ത് എൻ്റെ മുടി കുറച്ച് കുറവാണ്. അപ്പം ഞാൻ കുറേ ആയി എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്യണം. അതിനാണ് ഞാൻ മറ്റേ ഈ റോസ്മേരി എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ പുതിയതായിട്ട് ഇത് ഓർഡർ ആക്കിയിട്ടുണ്ട്. വിഷ് കെയറിൻ്റെ പുതിയൊരു എന്താ പറയുക ഒരു ഹെയർ സീറമാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു ഹെയർ സീറമും ഞാനൊന്നും തേക്കുന്നില്ല. എനിക്കറിയില്ല എന്താവുന്നത്. നമുക്ക് നോക്കാം. ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. ഇത് നോക്കട്ടെ ഞാൻ എങ്ങനെ യൂസ് ആക്കണേന്ന്. പക്ഷേ ഇത് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചിങ്ങനെ ഊറ്റിയിട്ട് ഞാനിപ്പോൾ ഇത് ഇന്ന് എടുക്കുന്നത്. പിന്നെ ഞാൻ പൊതുവേ ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് പിന്നെ പൊതുവേ ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് അടിക്കാൻ പാടില്ല. ഞാൻ ബി ബ്ലണ്ടിൻ്റെ ഈ സാധനമാണ് ഞാൻ സ്പ്രേ ചെയ്യില്ല. പക്ഷെ ഇന്ന് എനിക്ക് ചെയ്യാൻ മറന്നുപോയി. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മറന്നുപോയി ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിത് ഒന്ന് നോക്കണ്ടേ. ഇത് ഞാനിന്ന് ആദ്യമായിട്ട് ട്രൈ ആക്കുന്നതാണ്. ഞാനിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ആക്കുന്നത്. ഇതും പിന്നെ എന്താ പറയുക, ഇതും ഫലിച്ചിട്ടില്ലെങ്കിൽ ഞാനിനി ഒന്നും വെക്കില്ല. തലക്ക് രണ്ട് നോക്കാം നമുക്ക്. ഇതെങ്ങനെ സ്പ്രേ ചെയ്യണ്ടല്ലോ. എത്ര മണിയെന്ന് തോന്നുന്നു. വെള്ളം പോലെയാണ്. ഞാൻ വിചാരിച്ചു ഇനി എണ്ണ പോലെ ഉണ്ടാവും. എനിക്ക് ഈ എണ്ണ ആവുന്ന പ്രോഡക്ട്സ് ഒന്നും സെറ്റ് ആവുന്നില്ല എൻ്റെ മുടിക്ക്. അല്ലെങ്കിൽ
അപ്പോൾ കഷ്ടപ്പെട്ട് ഞാൻ ഹെയർ ഡ്രൈ ചെയ്ത് തന്നപ്പോൾ ഈ എണ്ണ പോലത്തെ സെറമാണെങ്കിൽ ആ ഡ്രൈ ചെയ്തതെല്ലാം പോവുന്നുണ്ട്. പിന്നെ വീഡിയോ ഒന്ന് അടിച്ചു നോക്കാം, ബേബി ഹെയർസ് എല്ലാം വരുന്നോ നോക്കാമല്ലോ. വർക്കാവോ നോക്കട്ടെ. പക്ഷെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തേക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയൂ. നോക്കാം. അപ്പം എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ചെറിയ ഹെയർ കെയർ റൂട്ടീൻ. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിങ്ങനെ ഒന്നും അറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണോ അത് മാത്രമാണ്. ഇതിലിനി എത്രമാത്രം ശരിയുണ്ട് അപ്ലൈ ആക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നതാണ് ഞാനിന്ന് കാണിച്ചത്. അതായത് ഇപ്പം എന്താ, എല്ലപ്പോഴും ഞാൻ ഹെയർ സെറം തേക്കുന്നോ ചോദിച്ചാൽ ഇല്ല. എനിക്ക് മുടി നേരെ വേണം എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്നതാണെങ്കിലും മുടി കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹെയർ സെറം തേക്കും. ആ ഓയിലി ഉള്ള ഹെയർ സെറം ഞാൻ തേക്കാറില്ല. എനിക്കിങ്ങനെ മുടി കുറച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ളത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടായിരിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയപ്പാട് ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് അമ്മമ്മ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ നാട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട് എണ്ണ കാച്ചാനുണ്ടെന്ന്. അപ്പം ഈ എണ്ണക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ പിറ്റേ ദിവസം ആക്കി തരാമെന്ന്. അന്നാണ് അമ്മമ്മ വന്നത്. ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് കാണിക്കണം ഇതെന്തെല്ലാന്ന് ഇടാം ചേർക്കുന്നതല്ല നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മമ്മ വന്നപ്പാട് അമ്മമ്മ ആദ്യം തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് അമ്മയുടെ എണ്ണയെല്ലാം കാച്ചിട്ട് അവിടെ വെച്ചിട്ട് നിനക്ക് പോകാനില്ല എണ്ണ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ വീഡിയോ എടുക്കണം. അമ്മമ്മേനെ കൊണ്ട് 2 വാക്ക് ഞാൻ എങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നത് 2 വാക്ക് ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാനത് ഇട്ട് കാണിച്ചു തരാം, കാച്ചി എണ്ണ ആക്കിയത്. അപ്പം അങ്ങനെയാണ്. കാരണം നമ്മൾ അങ്ങനത്തെ എല്ലാം എനിക്കത്ര ഇതില്ല, എന്തെല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതിനൊന്നും വലിയൊരു ഇതില്ല. അപ്പം അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു നോർമൽ ഹെയർ കെയർ റുട്ടീൻ. ഇതിൽ എനിക്ക് പറ്റാവുന്നത്ര കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അമ്മമ്മേൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റ് കാര്യങ്ങളെല്ലാം. ഇത് എല്ലാവരും ഫുള്ളായിട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. കാണുവാണെങ്കിൽ ഇങ്ങനത്തെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനത്തെ എണ്ണയാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ നല്ലതാണ് നമ്മളെ മുടിക്ക് ഇങ്ങനത്തെ ഒക്കെ എണ്ണ യൂസ് ചെയ്യുന്നത്. നോർമൽ നമ്മളെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ട് തേക്കുന്നതിനെക്കാട്ടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും എൻ്റെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.